Hi all, welcome to Kerala PSC. So today we are discussing നമ്മളിന്ന് കേരള പി എസ് സിയുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് ഡേ 1 ആയിട്ട് നിങ്ങൾ കരുതുക. നമുക്ക് അക്കോർഡിംഗ്ലി ഓരോ ഡേയ്സും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് എ ബോർഡ് അസിസ്റ്റൻറ്റ് എന്നാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ള മേക്ക് ഓൾ എക്സിക്യൂട്ടീവ് ഡിസിഷൻസ്, സപ്പോർട്ട് ബോർഡ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻറ്റെയിൻസ് റെക്കോർഡ്സ്, ഹയർ ആൻഡ് ഫയർ എംപ്ലോയീസ്, അപ്രൂവ് കമ്പനി ബജറ്റ്സ്. ഇതിൽ പ്രൈമറി റോൾ ഒരു ബോർഡ് അസിസ്റ്റൻറ്റിന് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് ബോർഡ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻറ്റെയിൻസ് റെക്കോർഡ്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം നമുക്ക് കുറച്ച് ഡേയ്സ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ വെൻ പ്രിപ്പയറിംഗ് ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സ്? ഇൻക്ലൂഡ്സ് പേഴ്സണൽ ഒപ്പീനിയൻസ്, റെക്കോർഡ്സ് ഡിസിഷൻസ്, action items and discussions accurately. You only summarize CEO statements. Use informal language. ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ബോർഡ് മീറ്റിംഗ്സിൽ എസെൻഷ്യൽ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ റെക്കോർഡ് ഡിസിഷൻസ്, ആക്ഷൻ ഐറ്റംസ് ആൻഡ് ഡിസ്കഷൻസ് അക്യുറേറ്റ്ലി. തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ ഷുഡ് എ ബോർഡ് അസിസ്റ്റന്റ് ഹാൻഡിൽ കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്സ്? ഷെയർ ഫ്രീലി വിത്ത് കൊളീഗ്സ്, store securely and share only with authorized personnels, post on company social media, keep on an unprotected computer. ഇത് നമുക്ക് ഒരു വായനയിൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടാൻ സാധ്യത ഉണ്ട് അല്ലേ. കോൺഫിഡൻഷ്യൽ ആയ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്റ്റോർ സെക്യൂർലി ആൻഡ് ഷെയർ ഓൺലി വിത്ത് ഓത്തറൈസ്ഡ് പേഴ്സണൽസ്. ദെൻ വിച്ച് സോഫ്റ്റ്വെയർ ഈസ് കോമൺലി യൂസ്ഡ് ടു മാനേജ് ബോർഡ് മീറ്റിംഗ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്? ഇത് വന്നിട്ട് ഇതിൻ്റെ ആൻസർ ബോർഡ് ഇഫക്റ്റ് ഓർ ഡിലിജന്റ്. ഇതാണ് നമ്മൾ ബോർഡ് മീറ്റിംഗ്സ് കോമൺലി യൂസ് ചെയ്യുന്നത്. ദെൻ ഇഫ് എ ബോർഡ് മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ആൻഡ് സം മെമ്പേഴ്സ് കനോട്ട് അറ്റൻഡ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് അപ്രോച്ച്? അപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തു, കുറച്ച് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാണോ വേണ്ട? പ്രൊസീഡ് വിത്തൗട്ട് നോട്ടിഫൈയിങ് എനി വൺ, അറേഞ്ച് ഫോർ വെർച്വൽ അറ്റൻഡൻസ് ഓർ റെക്കോർഡ് ദ മീറ്റിംഗ്, സ്കിപ്പ് അജണ്ട ഐറ്റംസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക, അടുത്തൊരു നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അറേഞ്ച് ഫോർ വെർച്വൽ അറ്റൻഡൻസ് ഓർ റെക്കോർഡ് ദ മീറ്റിംഗ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കീ ക്വാളിറ്റി ഓഫ് എ സക്സസ്ഫുൾ ബോർഡ് അസിസ്റ്റന്റ്? സക്സസ്ഫുൾ ബോർഡ് അസിസ്റ്റന്റിന്റെ കീ ക്വാളിറ്റി എന്താണ്? ബീയിങ് ഔട്ട്സ്പോക്കൺ ആൻഡ് ആർഗ്യുമെന്റേറ്റീവ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ്, ഇഗ്നോറിംഗ് ഡെഡ്ലൈൻസ്, ടേക്കിംഗ് സൈഡ്സ് ഇൻ ബോർഡ് കോൺഫ്ലിക്ട്സ്. സക്സസ്ഫുൾ ബോർഡ് അസിസ്റ്റന്റ് ആവുമ്പോൾ എന്താണ്? അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വെൻ ഡിസ്റ്റർബിംഗ് ബോർഡ് മെറ്റീരിയൽസ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ്? പ്രൊവൈഡ് മെറ്റീരിയൽസ് വെൻ ഇൻ അഡ്വാൻസ് ഫോർ റിവ്യൂ. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ബോർഡ് മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ടിങ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഡിസ്റ്റർബിംഗ് എന്നാണ് പറഞ്ഞത്, ഡിസ്ട്രിബ്യൂട്ടിംഗ് എന്നാണ് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് ബെസ്റ്റ് പ്രാക്ടീസ്? എല്ലാവർക്കും വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് എന്ത് കൊടുക്കുക? മെറ്റീരിയൽസ് കൊടുക്കുക. What should a board assistant do if there is a disagreement between board members during a meeting? ബോർഡ് അസിസ്റ്റന്റ് എന്ത് ചെയ്യണം? ന്യൂട്രൽ ആയിട്ട് നിൽക്കണം. ഇതെല്ലാം സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടിയ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് ഇസ് നോട്ട് ടിപ്പിക്കലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബോർഡ് അസിസ്റ്റന്റ്? മേക്കിംഗ് സ്ട്രാറ്റജിക് കമ്പനി ഡിസിഷൻസ്. ഇതാണ് ബോർഡ് അസിസ്റ്റന്റ് റെസ്പോൺസിബിലിറ്റി അല്ലാത്തത്. Okay, how can a board assistant improve board meeting efficiency? By organizing agendas and sending materials. So, നമ്മളിന്ന് റാൻഡം ആയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കമ്മിങ് വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.